30,000 രൂപ കിട്ടുന്ന സ്റ്റീരിയോ സ്പീക്കർ 20,000 രൂപ ബഡ്ജറ്റ് കിട്ടുന്ന എനിക്കൊന്ന് ആദ്യത്തെ ഫോണാണ് റിയൽമി 7 Pro. അതൊരു ബീസ്റ്റാണ്. പിന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ, ഡിസൈൻ പഞ്ച് ഹോൾ ഡിസൈൻ, ബാക്കിൽ 4 ക്യാമറ, മെയിൻ ക്യാമറ എന്ന് വെച്ചാൽ സോണിയുടെ 64 MP ക്യാമറ. അപ്പം ഇതൊക്കെ തന്നെ മതി റിയൽമി 7 Proയെ നമുക്ക് ഹൈപ്പിൽ കൊണ്ടുവരാനായിട്ട്. ഏറ്റവും പറയാൻ വിട്ടുപോയി, കാരണം ബാറ്ററി 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. അതായത് 34 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് കയറും ഫ്രണ്ട്സ്. അതായത് 30,000 മണ്ടയ്ക്ക് പ്രൈസ് ഉള്ള ഫോൺസിന് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ഇത്രയും സ്പീഡിലുള്ള ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ അത് 20,000 രൂപ കിട്ടുമെന്ന് പറയുന്നത് ഒരു ബീസ് ഫോൺ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് നോക്കാൻ പോകുന്നത്. പിന്നെ എല്ലാം ബെറ്റർ എന്നല്ല ഞാൻ പറയുന്നത്, അതിന് കുറച്ച് ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഏറ്റവും നല്ല ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. ആദ്യം തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ. കാരണം ഈ റിയൽമി 7 സീരീസ് 6 സീരീസ് ഇങ്ങനെ ഈ സീരീസിൽ ഫസ്റ്റ് എവർ ഫോണാണ് സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നത്. തന്നെ കിഡിലൻ ഡിസ്പ്ലേ, ഒന്നും നോക്കാനില്ല ഫ്രണ്ട്സ്, വേറെ ലെവൽ ഡിസ്പ്ലേ ആയിരിക്കും. നല്ല വിവിഡ് ഡിസ്പ്ലേ ആണ്. റിവ്യൂസ് ഒക്കെ കുറേ കണ്ടു, വിവിഡ് ഡിസ്പ്ലേ തന്നെയാണ് സൂപ്പർ AMOLED ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ഫീച്ചർ ഫ്രണ്ട്സ് സ്റ്റീരിയോ സ്പീക്കർ. കാരണം 30,000 രൂപയുള്ള ഫ്ലാഷിപ്പ് ലെവൽ ഫോണിൽ കിട്ടുന്ന സ്റ്റീരിയോ സ്പീക്കർ എന്ന് പറയുന്നവർക്ക് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്രണ്ടിൽ സ്പീക്കറാണ്, ബോട്ടമിൽ സ്പീക്കറാണ്, രണ്ട് സൈഡിലും സ്പീക്കർ ഔട്ട് കിട്ടും. അതായത് ഒരു ഓഡിയോ ക്വാളിറ്റിയിൽ വേറെ ഹൈ ലെവൽ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഡോൾബി അറ്റ്മോസും സപ്പോർട്ട് ആകുന്നുണ്ട്. അപ്പം സ്റ്റീരിയോ സ്പീക്കർ പ്ലസ് ഡോൾബി അറ്റ്മോസ് ആകുമ്പോൾ തന്നെ വേറെ ലെവൽ ഫീൽ ആയിരിക്കും. പിന്നെ ലുക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ട്രെൻഡി ലുക്കായ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ബാക്ക്. പിന്നെ നമുക്ക് ക്യാമറയെ പറ്റി ഡീറ്റെയിൽ നമുക്ക് നോക്കാം. കാരണം സോണിയുടെ 64 MP ക്യാമറയാണ്, നല്ല വേറെ ലെവൽ ക്യാമറയാണ്. കാരണം സാംസങ് 64 ആയിട്ട് കടപിടിച്ച് നിൽക്കുന്ന ഒരു ക്യാമറ തന്നെയാണ് സോണി 64 MP ക്യാമറ. ഇതിൻ്റെ ഡിസൈൻ പറയാനാണെങ്കിൽ ബാക്കിൽ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ഡിസൈനാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസി ഫിനിഷ് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ വൃത്തികേട്ടില്ല. പക്ഷേ ഗ്ലാസ് ആയിരുന്നു ഇച്ചിരി ബെറ്റർ ആയെന്ന് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല, കാണുമ്പോൾ തന്നെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസി ഫിനിഷ് പോകുന്നുണ്ട് വലിയ. പിന്നെ നമുക്ക് ഏറ്റവും പറയേണ്ടത് ഫ്രണ്ട്സ് ഇതിൻ്റെ വെയിറ്റ് ആണ്. കാരണം പലർക്കും ബുദ്ധിമുട്ട് വരുന്നത് ഫോൺ 200 ഗ്രാം മേലുള്ള ഫോൺസ് ഒക്കെ നല്ല ഹെവി വെയിറ്റ് ആയിരിക്കും. കൈ കുറേ നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ കൈക്ക് ചില പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പം ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 183 ഗ്രാമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും ബാക്കിൽ ഇതിൻ്റെ ഗ്ലാസ് മാറ്റി പ്ലാസ്റ്റിക് ആക്കിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നല്ല വെയിറ്റ് ബാലൻസ്ഡ് ആണ്. 183 ഗ്രാം എന്ന് വെച്ചാൽ ഓവർ വെയിറ്റ് അല്ല. എൻ്റെ ഫോൺ റിയൽമി XT ആയാലും ആ റേഞ്ച് വെയിറ്റുകളും. അപ്പം നല്ല ബാലൻസ്ഡ് ഓവർ വെയിറ്റ് ഇല്ലാത്ത ഫോണും ആയിരിക്കും ഇത്. പിന്നെ നമുക്ക് പ്രോസസ്സറിനെ പറ്റി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. സ്നാപ്ഡ്രാഗൺ 720G ആണ്. ഈ 720Gയിലെ G എന്ന് വെച്ചാൽ ഗെയിമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രോസസ്സറാണ് ഈ G കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞാണ് 730G 720G. അപ്പം ഇതിന് മുമ്പ് ഇറങ്ങിയ 6 Proയിൽ ഇറങ്ങിയ റിയൽമി 6 Proയിൽ ഇറങ്ങിയ സെയിം പ്രോസസ്സറാണ് ഇതിലും കൊടുത്തേക്കുന്നത് 720G. ബീസ്റ്റ് പ്രോസസ്സർ തന്നെ. ഈ ഒരു 20K ബഡ്ജറ്റിലെ ബെസ്റ്റ് അവർ പ്രോസസ്സർ തന്നെയാണ് 720G. പക്ഷേ കുറച്ച് അപ്ഗ്രേഡ് കൊണ്ടിരുന്ന ഇച്ചിരി ബെറ്റർ ആയിരുന്നു. പക്ഷേ നമുക്ക് ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു 20,000 ബഡ്ജറ്റിൽ ഇത് കൂടുതൽ അവർക്ക് തരാൻ പറ്റത്തില്ല. കാരണം ഇനി 730G കൊടുത്തു കഴിഞ്ഞാൽ അത് ഓവറായി പോകും. ഇപ്പം തന്നെ ഓവറാണ്. കാരണം സ്റ്റീരിയോ സ്പീക്കറും 65 വാട്ട് ഞാനിതിനെ പൊക്കുവാൻ നിങ്ങൾ വിചാരിക്കില്ല. കാരണം ഇത് ആ ബീസ്റ്റ് ആണ് ഫ്രണ്ട്സ്. കാരണം ഈ പ്രൈസിൽ ഇത് ബീസ്റ്റ് ആണ്. കാരണം സൂപ്പർ AMOLED ഡിസ്പ്ലേ. പിന്നെ നമുക്ക് 90 Hz ഡിസ്പ്ലേ കാര്യം പറയാം. റിയൽമി 6 Proയ്ക്ക് നിങ്ങൾ പറയും 90 Hz ഡിസ്പ്ലേ ഉണ്ട്, ഇതിലാണ് 90 Hz ഇല്ലല്ലോ. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് 6 Pro എടുത്താണ്. ആ ബ്രോയുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ LCDയിൽ 90 Hzഉം അതായത് LED 60 Hz ഓൾമോസ്റ്റ് സെയിം ആണ് ഫ്രണ്ട്സ്. കാരണം സ്മൂത്ത്നെസ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കാരണം ആ ഒരു LED 90 Hz വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീൽ ശരിക്കും അറിയാൻ പറ്റില്ല. പക്ഷേ LCD ഡിസ്പ്ലേയിൽ 90 Hz വന്നാൽ അത്ര ഫീൽ അങ്ങോട്ട് വ്യത്യാസം അറിയാൻ പറ്റുന്നില്ലെന്നാണ് എൻ്റെ ഫ്രണ്ട്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറഞ്ഞത്. അപ്പം 60 Hz സൂപ്പർ AMOLED തന്നെയാണ് ബീസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളത്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിലെ ക്യാമറയാണ് വരുന്നത്. ബാക്കിൽ 64 MB സോണി സെൻസറാണ്. സോണി സെൻസർ ഇപ്പോൾ അത്യാവശ്യം നല്ല ഫീഡ്ബാക്സ് ഒക്കെ ഉള്ള ക്വാളിറ്റി ലെവലായാലും സോണി 64 വേറെ ലെവൽ ക്വാളിറ്റിയാണ് ഇപ്പം പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കറണ്ടിൽ വെച്ച്. പിന്നെ 822 4 ക്യാമറയാണ് ബാക്കിൽ സെറ്റപ്പ് വരുന്നത്. അത്യാവശ്യം ക്യാമറ പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ട റിവ്യൂസ് വെച്ച് അടിപൊളിയാണ്. അങ്ങനെ ഞെട്ടിക്കുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കർ 20K ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നത് പോക്കോ X3 വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് എതിരായിട്ട് കൊണ്ടുവന്ന ഒരു ബീസ്റ്റ് ഫോൺ തന്നെയാണ് ഇവർ. കാരണം അതിനെതിരെ ഇപ്പം പോക്കോ X3 വരുന്നത് AMOLED ആണെന്ന് അറിയാൻ വയ്യ. AMOLED ആണെങ്കിൽ ഇതിന് പറ്റിയൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. റിയൽമി 7 Proയ്ക്ക് പറ്റിയൊരു കോമ്പറ്റീഷൻ ആയിരിക്കും പോക്കോ X3. എന്തായാലും നമുക്ക് വരുമ്പം കണ്ടറിയാം. അപ്പോൾ നിങ്ങൾ എന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് 7 Pro എടുക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾ എടുത്തോ ഫ്രണ്ട്സ്. ഞാൻ ധൈര്യത്തോടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു ഫോണാണ് റിയൽമി 7 Pro. ഇനി ഫ്രണ്ട്സ് ഇതിന് കുറച്ച് ഡ്രോബാക്സും ഉണ്ട് ഫ്രണ്ട്സ്. എല്ലാം കൊണ്ട് ബീസ്റ്റ് ആയിട്ടൊരു ഫോൺ ഇറക്കത്തില്ല. ഞാൻ ആദ്യം ബീസ്റ്റാന്ന് പറഞ്ഞെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഇതിന് ഡ്രോബാക്സ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മെയിൻ സംബന്ധിച്ചാൽ ബാക്കിൽ പ്ലാസ്റ്റിക് ആണ് ഫ്രണ്ട്സ്. കാരണം ഒരു പ്രീമിയം ലുക്ക് കിട്ടത്തില്ല, അത് ഉള്ള കാര്യമാണ്. ബാക്കിലൊരു ഗ്ലാസ് കൊടുത്തിരുന്നെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയേനെ. പക്ഷേ ബാക്കിൽ ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ റിയൽമി അവരുടെ തന്നെ ഫോണായ റിയൽമി X2ൻ്റെ മാർക്കറ്റ് ഇടിയും. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ഫോണിൽ ബാക്കിൽ ഗ്ലാസ് കൊടുക്കാഞ്ഞ്. അത് മാത്രമല്ല ബാക്കിൽ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3 ഉള്ളൂ, റിയൽമി 5 ഒന്നുമില്ല. അപ്പം പ്രൊട്ടക്ഷൻ ഇച്ചിരി കുറവായിരിക്കും. അത് ഇച്ചിരി കുറവാണ്.
കുറവാണ്, അതൊരു ഡ്രോബാക്ക് ആണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ ഫ്രണ്ട്സ്, ഗൊറില്ല ഗ്ലാസ് 3ക്ക് 5നേക്കാട്ടിൽ സ്ക്രാച്ച് റെസിസ്റ്റന്റ് കൂടുതലാണ്. അപ്പം സ്ക്രാച്ചിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഗൊറില്ല 3 ആണ് ബെറ്റർ. പക്ഷേ ഡ്രോപ്പിൽ താഴെ വീഴുമ്പോൾ പെട്ടെന്ന് പൊട്ടാനായിട്ട് ബ്രിക്ക് റെസിസ്റ്റന്റ് കാര്യത്തിൽ ഗൊറില്ല 5 ആണ് ബെറ്റർ. പക്ഷേ പെട്ടെന്ന് സ്ക്രാച്ച് ഒന്നും ആകുന്നതിൽ 3 തന്നെയാണ് ബെറ്റർ. അപ്പം ആ കാര്യത്തിൽ നിങ്ങൾ വലിയായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഡ്രോബാക്ക് പറയാനുള്ളത് 60 ഹെർട്സ് ഡിസ്പ്ലേ ഉള്ളൂ, 90 ഹെർട്സ് കൊടുക്കാമായിരുന്നു. പക്ഷേ LED-യിൽ 90 ഹെർട്സ് കൊടുത്താൽ എനിക്കൊന്ന് ബഡ്ജറ്റ് 20-ന് മണ്ടയ്ക്ക് പോകും. അപ്പം ഒരു ബഡ്ജറ്റ് നോക്കിയായിരിക്കും അവർ 60 ഹെർട്സ് കൊടുത്തത്. പക്ഷേ 90 ഹെർട്സ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അപ്പം നമുക്കിൻ്റെ പ്രൈസ് നോക്കാം ഫ്രണ്ട്സ്. 664 അല്ല 128 GB കൊടുക്കുന്നുണ്ട്. സാധാരണ 64 ആയിരുന്നു റിയൽമി കൊടുക്കുന്നത്. എന്തോ പറ്റിയെന്ന് അറിയാൻ പോയാൽ 128 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 128 GBക്ക് 19,999 രൂപയും 8 GB 128 GBക്ക് 21,999 രൂപയാണ്. ആ പ്രൈസിൽ വേറെ ലെവൽ ഫോണാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടെ വാങ്ങിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഡ്രോബാക്സ് കുറച്ച് പ്രശ്നമായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് റെഡ്മിയുടെ കുറേ ഫോൺസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ബെസ്റ്റ് എവർ ഫോണാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. എൻ്റെ ഒരു വിഷ്ണു ടെക്ടോക്ക് മലയാളത്തിൽ.